ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിബി ടെക് ആൻഡ് ബ്ലോഗ്സ്. നമ്മളിന്നൊരു അൺബോക്സിംഗ് പരിപാടിയായിട്ടാണ് വന്നത്. വേറെ ഒന്നുമല്ല, അൽമുനാഡിൻ്റെ 18 ഇഞ്ച് ഹെവി ഡ്യൂട്ടി പെഡസ്റ്റലാണ് കേട്ടോ. നമ്മൾ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇവനോടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിഞ്ഞ് നമുക്ക് കാറ്റ് തരുന്ന ഒരു ഫാനാണ്. അപ്പം അതിൻ്റെ ഒരു 3 പാർട്ടായിട്ടാണ് വരുന്നത്. അതിൻ്റെ ബേസ് ഒന്ന് സ്വിച്ച് ബോക്സ് വിത്ത് റാഡ്, അങ്ങനെ പിന്നെ അതിൻ്റെ ടോപ്പ് ഗ്രില്ലും മോട്ടറും ലീഫെല്ലാം കൂടി ഒന്നിച്ച് ഫിറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്വിച്ച് ബോക്സിൻ്റെ വിത്ത് റാഡ്. അപ്പോൾ ഈ ഒരു ഹോളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. അപ്പം അത് കഴിഞ്ഞിട്ട് താഴെ മുറുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്, അതങ്ങ് നീക്കി വെക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മുടെ മാസ്റ്റർ ബോക്സ് ആട്ടോ. ഇതിനകത്താണ് സംഭവങ്ങൾ ഹൃദയം മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന പരിപാടികളാണ്. ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ കോൺടാക്ട് നമ്പർ ചുവടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണലിലൊന്ന് സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ ബോക്സ് പൊക്കി ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെല്ലാം കൂടി ഒന്നിച്ച് ഒറ്റ രീതിയിൽ പാക്ക് ചെയ്തിട്ടോ വന്നാണ്. അപ്പോൾ അതിൻ്റെ കാർട്ടൺ ബോക്സൊക്കെ എടുത്ത് പള്ളാക്കില്ല കേട്ടോ. ഇതാണ് മോനെ മുതൽ. നല്ല വെയിറ്റ് ഉണ്ട്. 18 ഇഞ്ചാണ് വലിപ്പം വരുന്നത്. 3 ബ്ലേഡ് തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ കവറൊക്കെ അയച്ച് ചെന്നം പിന്നെ കഴിച്ച് കളയുവാണ് ഒറ്റമരെ. അപ്പം ഇനി ഈ ഒരു ഭാഗം, ഈ സ്റ്റമ്പുണ്ട്, അത് ഇതിനകത്തേക്ക് 3 ഹോളുണ്ട് അവിടെ. ആ ഹോള് കിട്ടാൻ പാകത്തിന് നമ്മൾ അതിനകത്തേക്ക് വെക്കണം. ഇതതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ബ്രാൻഡ് നെയിം വെക്കുന്ന സ്ഥലമുണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ലീഫിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഹോളില്ലേ, അവിടെ ഉണ്ടോ വെക്കണേ, ഇതാ ഇവിടെ. അപ്പം നമ്മൾ 3 സ്ക്രൂ ഇട്ട് മുറുക്കുക. സ്ക്രൂവും കാര്യങ്ങളും ഇപ്പം ഞാൻ അയച്ച് കവറിനകത്തുണ്ടാവും. കൂടാതെ ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ട് മോട്ടറില്ലേ, ആ മോട്ടർ മുറുക്കാൻ ഇപ്പോൾ ഈ സ്റ്റമ്പുമായിട്ട് മുറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 സ്ക്രൂ കൂടെ അതിനകത്തുണ്ട്. അത് കുറച്ചും ടാസ്ക്കാണ് മുറുക്കൽ. അപ്പോൾ അത് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. കണ്ടില്ലേ, ഇതാണ് ആ സ്ക്രൂസ് മുറുക്കേണ്ട ഹോള്. 3 ഹോളാണ് ഉള്ളത്. അത് നമ്മുടെ ഈ മോട്ടറിൻ്റെ ആ പാർട്ട് വെച്ചില്ലേ, ആ നെക്ക് സെറ്റാവുന്ന രീതിയിൽ വേണം വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോക്സിൻ്റെ കവർ അയച്ചു കളഞ്ഞപ്പോൾ ഇതാണ് കോലം. നല്ല അടിപൊളി രസമായിട്ട് പാക്കിംഗ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ഷൻ കൊടുക്കണം കേട്ടോ. ഈ വയറ് ഇത്രയും വിട്ട് നിൽക്കുമായിരിക്കും. ഈ ഒരു കണക്ടറിനകത്തേക്ക് വയർ കണക്ട് ചെയ്യൽ മാത്രമാണ് ഇതിനകത്ത് ഒരു പരിപാടിയുള്ളൂ. അത് സിമ്പിളായിട്ടുള്ളതാണ്. റെഡ് വയർ, ബ്ലാക്ക് വയർ ഉണ്ടാവും. റെഡും ബ്ലാക്ക് നോക്കി കണക്ടറിൽ കണക്ട് ചെയ്യുക, അടച്ചു വയ്ക്കുക. അത്രയും സിമ്പിൾ പരിപാടിയാണ്. ഇതാ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. സംഭവം നല്ല ഹെവി വെയിറ്റ് ആണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി വിടുവാണ്, ഗ്രില്ലിൽ വല്ലതും തട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിനി സ്വിച്ച് ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താണ്ടത് അവൻ കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. ചെറിയൊരു പ്രശ്നം ഞാൻ നോക്കിയിട്ട് കണ്ട്. 2 ഫാൻ സെറ്റ് ചെയ്തു. 2 ഫാൻ സെറ്റ് ചെയ്തപ്പോഴും അതിൻ്റെ സ്വിച്ച് ബോക്സിൽ സ്വിച്ച് ഞെങ്ങിയിരിക്കുന്നില്ല. പഴയ രീതിയിലുള്ള ക്വാളിറ്റി ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയും രൂപ മുടക്കും ഒരു ബ്രാൻഡ് കമ്പനിയൊക്കെ അല്ലേ, അപ്പോൾ അവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ദേ അവൻ നന്നായിട്ട് കറങ്ങി തുടങ്ങി. അതുപോലെ ഷർട്ടിൽ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ കാറ്റിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമ്മുടെ ഓസിലേഷൻ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ ജസ്റ്റ് നോക്കി ഒന്നുകൂടി. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 2ാമത്തെ ഫാനും കൂടെ സെറ്റ് ചെയ്യുകയാണ്. അതും ഇച്ചിരി ടാസ്ക് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്വിച്ച് ബോക്സിലേക്ക് ഡയറക്ഷൻ വരുന്നത് മുറുക്കാൻ കുറച്ച് പാടുപെട്ടു. എന്തായാലും അതും സെറ്റാക്കി. ഇനി അതും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തി. ബൈക്കെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു. 2ാമത്തെ ഫാനും കറങ്ങുകയാണ്. അപ്പോൾ അതിനും ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഐറ്റംസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോസ് വരുന്ന ബൈ.